പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നതിൽ കടുത്ത അതൃപ്തിയുമായി CJP. ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. ദില്ലിയിൽ നടന്ന CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നുവെന്നാണ് പരാതി. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലാണ് കൂടുതലായും പോലീസ് നടപടി തുടരുന്നത്. ബീഹാറിൽ തേജ് പ്രതാപ് യാദവ് അടക്കമുള്ള നേതാക്കൾ ജയിലിലുമാണ്. സമരക്കാർക്കെതിരെ ദില്ലിയിലോ പുറത്തോ കേസെടുക്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ ഉറപ്പ്. ഇതാണ് ലംഘിക്കപ്പെടുന്നത്. FIRകൾ അടിയന്തരമായി പിൻവലിക്കണമെന്ന് CJP ആവശ്യപ്പെട്ടു. ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ അത് യുവാക്കളോടുള്ള വിശ്വാസ വഞ്ചനയാണെന്ന് CJP വക്താവ് സൗരവ് ദാസ് സമൂഹമാധ്യമമായ Xൽ പ്രതികരിച്ചു. രേഖാമൂലമുള്ള ഉറപ്പ് നാളെ സർക്കാർ നൽകാനിരിക്കെയാണ് പറഞ്ഞതല്ല നടക്കുന്നതെന്ന ആരോപണം ശക്തമാകുന്നത്. ഈ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ അതിശക്തമായ പ്രതിഷേധം തുടങ്ങുമെന്നാണ് CJP നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം CJPയുടെ ഭാവി പരിപാടികളിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ഉടനില്ലെന്നാണ് സൂചന. തൽക്കാലം രാജ്യത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകാനാണ് തീരുമാനം. പഞ്ചാബിലുയരുന്ന ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ ഇടപെടാൻ വലിയ തോതിൽ ആലോചനയുണ്ട്. സംസ്ഥാനങ്ങളിൽ യൂണിറ്റുകൾ രൂപീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. കലാലയങ്ങളിലും CJP യൂണിറ്റുകൾ വൈകാതെ തന്നെ സജ്ജമാകും. CJPയുടെ പാർലമെന്റിലേക്കുള്ള പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി ഇന്ന് രംഗത്തെത്തി. പ്രതിഷേധത്തിന്റെ പേരിൽ പോലീസിന് അമിത അധികാരം പ്രയോഗിക്കാൻ ആകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പോലീസിനും കേന്ദ്രസേനകൾക്കുമെതിരെ കേസെടുക്കണമെന്ന CJPയുടെ അടക്കം ഹർജികൾ പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസിന്റെ താക്കീത്. നാളെ വിശദമായ വാദം കേൾക്കാമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചത് ഒരു ജവാനാണെന്ന് ഇതിനിടെ CRPF കണ്ടെത്തി. സമരക്കാർക്ക് നേരെ 7 റൗണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നാണ് CRPFന്റെ ആഭ്യന്തര റിപ്പോർട്ട്.